ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു 4-5 മിനിറ്റേ കാണൂ, പക്ഷെ ഫുൾ പോയിന്റ്സ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. എക്കണോമിക്സിന്റെ കറണ്ട് അഫയേഴ്സ് ആണിത്. ഇത് എക്കണോമിക് സർവേ 2025-26 ലേറ്റസ്റ്റ് റിപ്പോർട്ടിന്റെ വേണ്ട പോയിന്റ്സ് മലയാളത്തിൽ കൊടുത്തിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാണ്. ഈ പറഞ്ഞതുപോലെ ഒരു 5 മിനിറ്റിൽ കൂടുതൽ എടുക്കില്ല. അപ്പം ഈ ഒരു എക്കണോമിക് സർവേ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എക്കണോമിക് സർവേയും 2026 എക്കണോമിക് സർവേയുടെ പോയിന്റ്സ്. ഓക്കെ, ഇനി ആദ്യം അറിയാൻ വയ്യാത്തവർക്കായിട്ട് എന്താണ് എക്കണോമിക് സർവേ എന്ന് പറയുന്നത്? ഇതൊരു ആനുവൽ റിപ്പോർട്ടാണ് അല്ലെ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പുറപ്പെടുവിക്കുന്ന ഒരു ആനുവൽ റിപ്പോർട്ടാണ് എക്കണോമിക് സർവേ എന്ന് പറയുന്നത്. ഇത് ശരിക്കും എപ്പോഴാണ് റിലീസ് ചെയ്യുന്നത്? നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് തൊട്ടു മുന്നേ ആയിട്ടാണ് എക്കണോമിക് സർവേ പുറത്തുവിടുന്നത്. അതായത് എക്കണോമിക് സർവേക്കകത്ത് കൂടുതലായിട്ട് എന്തായിരിക്കും പറയുന്നത്? കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും പറയും. അതുപോലെ തന്നെ ഫ്യൂച്ചർ സജഷൻസും ഇതിനകത്ത് ഉണ്ടായിരിക്കും. വരാൻ പോകുന്ന സജഷൻസ് അതിനെ പറ്റിയിട്ടും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആരാണ് എക്കണോമിക് സർവേ പ്രിപ്പയർ ചെയ്യുന്നത്? എക്കണോമിക് ഡിവിഷൻ ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആണ്. ഏത് മിനിസ്ട്രിയുടെ താഴെ? അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് അല്ലെ. ആരാ ലീഡ് ചെയ്യുന്നത്? ചീഫ് എക്കണോമിക് അഡ്വൈസർ ആണ് ലീഡ് ചെയ്യുന്നത്. അപ്പൊ ഏതാണ് എക്കണോമിക് സർവേ പുറപ്പെടുവിപ്പിക്കുന്ന അല്ലെങ്കിൽ തയ്യാറാക്കുന്ന മിനിസ്ട്രി? ഏതാണ്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്, ലീഡ് ബൈ ദി ചീഫ് എക്കണോമിക് അഡ്വൈസർ. ഓക്കെ, എക്കണോമിക് ഡിവിഷൻ ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്? അതായത് ഒരു എക്കണോമിക് പെർഫോമൻസ്, രാജ്യത്തിന്റെ എക്കണോമിക് പെർഫോമൻസ്, പ്രത്യേകിച്ച് GDPയുടെ ഗ്രോത്ത് എത്രയാണ്, പണപ്പെരുപ്പത്തെ പറ്റിയിട്ട് പറയും, തൊഴിലില്ലായ്മയെ പറ്റിയിട്ട് പറയും. അതൊരു സെക്ടർ വൈസ് അനാലിസിസ് ആണ്. ആരോഗ്യത്തെ പറ്റി പറയും, അതുകൊണ്ട് തൊഴിലിന്റെ കേസ് പറയാറുണ്ട്, കാലാവസ്ഥാ വ്യതിയാനം പറയാറുണ്ട്, GDPയുടെ അതായത് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി പറയാറുണ്ട്, അല്ലെങ്കിൽ താഴ്ച പറയാറുണ്ട്. ഇതെല്ലാം അതിനകത്ത് കൊടുക്കാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം എന്തായിരുന്നു, ഇനി വരാൻ പോകുന്നത് എന്താണ് ഗവൺമെന്റ്, അതായത് വാട്ട് ഗവൺമെന്റ് ഷുഡ് ഡു നെക്സ്റ്റ്, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള സജഷൻ ഉൾപ്പെടെയാണ് എക്കണോമിക് സർവേ പുറത്തുവിടുന്നത്. അപ്പൊ 2026 എക്കണോമിക് സർവേയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് കൊടുത്തേക്കാം. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ആൻസർ എഴുതണമല്ലോ. ഒന്ന് നോക്കിക്കേ, ഉപഭോഗത്തിന്റെയും നിക്ഷേപത്തിന്റെയും ഇരട്ടി സ്വാധീനം കൊണ്ടിട്ട് 2026 സാമ്പത്തിക വർഷത്തില് ഇന്ത്യയുടെ GDPയുടെ വളർച്ച എത്രയാണ്? 7.4% കണക്കാക്കപ്പെടുന്നു. ഓക്കെ, 7.4 ആകും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. 2027 സാമ്പത്തിക വർഷത്തിലെ യഥാർത്ഥ GDP വളർച്ച 6.8 മുതൽ 7.2 വരെ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2027 സാമ്പത്തിക വർഷം. 2026 സാമ്പത്തിക വർഷത്തിൽ GDPയിലെ സ്വകാര്യ അന്തിമ ഉപഭോഗ ചെലവ് എന്താണ്? സ്വകാര്യ അന്തിമ ഉപഭോഗ ചെലവ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള ഫൈനൽ എക്സ്പെൻഡിച്ചർ ചെലവ് 61.5% വർദ്ധിച്ചു ഓൾറെഡി. കാർഷിക അനുബന്ധ സേവനങ്ങൾ 2026 സാമ്പത്തിക വർഷത്തിൽ 3.1% വളർച്ച കൈവരിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. എന്താണ്? കാർഷിക അല്ലെങ്കിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങൾ 2026 സാമ്പത്തിക വർഷത്തിൽ 3.1% വളർച്ച കൈവരിക്കുമെന്നാണ് ഇപ്പം എക്കണോമിക് സർവേയിൽ പറഞ്ഞത്. വ്യവസായ മേഖല ശക്തമായ വളർച്ചയാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 2026 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ നിർമ്മാണ മേഖല 8.4%, അതായത് മാർച്ച് വരെയൊക്കെ നോക്കുകയാണെങ്കിൽ 8.4% വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. എവിടെയാണ്? നിർമ്മാണ മേഖലയിൽ. 2026 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ സേവന മേഖലയുടെ മൊത്തം മൂല്യവർധന എത്രയാ? 9.3 ആണ്. അപ്പം 9.3 സേവനം മുന്നിൽ നിൽക്കുന്നുണ്ട്. അതിന് തൊട്ടു പുറകില് എന്തുണ്ട്? വ്യവസായ മേഖലയുണ്ട്. പ്രത്യേകിച്ച് നിർമ്മാണ മേഖല ആദ്യത്തെ ഇത്രയും ദിവസം ആയപ്പോൾ തന്നെ 8.4% വളർച്ചയുണ്ട്. മൊത്തം നിഷ്ക്രിയ ആസ്തി കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളിലെ ഏറ്റവും കുറഞ്ഞ നിരക്കായ 2.2% താഴ്ന്നിട്ടുണ്ട്. നിഷ്ക്രിയമായിട്ടുള്ള, അതായത് ഇനാക്റ്റീവ് ആയിട്ടുള്ള അസറ്റ് എന്ന് പറയുന്നത്. 2025 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി, മീൻസ് അവിടെ ചരക്ക് കയറ്റി വിടുന്ന മാത്രമല്ല സർവീസ് ഉൾപ്പെടെയാണ്, റെക്കോർഡ് നേട്ടമാണ്. അതായത് $825.3 ബില്യൺ ഇപ്പൊ അത് എത്തി നിൽക്കുന്നത്. 3 വർഷത്തെ ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറ് അന്തിമമാക്കിയിട്ടുണ്ട്. ഇപ്പം ഇതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. 2012 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കായി ഇത് രേഖപ്പെടുത്തി. അതായത് സാമ്പത്തിക വർഷം 23-ലും 61.5% രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു 2023. അതിനുശേഷം 2012 ശേഷം ഏറ്റവും ഉയർന്ന നിരക്കായിട്ടാണ് ഇപ്പൊ അതിനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കുറഞ്ഞ പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ കുറവ്, തൊഴിൽ മേഖലയിലെ സ്ഥിരതയുണ്ട്, ഉയർന്നു നിൽക്കുന്ന വാങ്ങൽ ശേഷി എന്നിവയാണ് ഈ വളർച്ചയ്ക്ക് പിന്തുണ നൽകുന്നത്. അപ്പൊ നമ്മുടെ
ഇപ്പോഴത്തെ നിലപാടാ. ശക്തമായ കാർഷിക പ്രകടനം ഗ്രാമീണ ഉപഭോഗം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം നികുതികൾ യുക്തിസഹമാക്കിയതോടെ നഗരമേഖലകളിലെ ഉപഭോഗത്തിൽ ഉണ്ടായ വർധനവ് വിപുലമായ ആവശ്യകതയുടെ സൂചനയാണ്. അതുപോലെ 2014 ആരംഭിച്ചിട്ടുള്ള പ്രധാനമന്ത്രി ജൻധൻ യോജന 2025 മാർച്ച് വരെയുള്ള കാലയളവിൽ 155.02 കോടി അക്കൗണ്ടുകൾ തുറന്നു. പ്രധാനമന്ത്രി ജൻധൻ യോജന എല്ലാവർക്കും അറിയാലോ. അത് ഇപ്പോഴത്തെ കണക്ക് 25 മാർച്ച് വരെയാണ്. ഗ്രാമീണ അർദ്ധ നഗര പ്രദേശങ്ങളിൽ 36.63 കോടി അക്കൗണ്ടുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. മുമ്പ് ബാങ്കിംഗ് സൗകര്യം ഇല്ലാതിരുന്ന ജനവിഭാഗങ്ങൾക്ക് അടിസ്ഥാന സമ്പാദ്യവും അടിസ്ഥാന സൗകര്യവും ഒക്കെ ഇതുവഴി ലഭ്യമാക്കിയിട്ടുണ്ട്. സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന പദ്ധതി, അതായത് പട്ടികജാതി പട്ടികവർഗ വനിതാ സംരംഭകർക്ക് ഗ്രീൻഫീൽഡ് സംരംഭങ്ങൾ സ്ഥാപിക്കുന്നതിനായിട്ട് 10 ലക്ഷം മുതൽ 1 കോടി വരെ ബാങ്ക് വായ്പ കൊടുക്കുന്നതാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ പദ്ധതി. അതുപോലെ PM-ന്റെ പ്രധാനമന്ത്രി സ്ട്രീറ്റ് വെണ്ടേഴ്സ് ഈ ആത്മനിർഭർ നിധി, PM സ്വാനിധി എന്നാണ് അതിന്റെ പേര്, പദ്ധതി വഴി വഴിയോര കച്ചവടക്കാർക്ക് ഈട് രഹിത പ്രവർത്തന മൂലധന വായ്പകൾ നൽകുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. പ്രധാനമന്ത്രിയുടെ മുദ്രാ യോജന എല്ലാവർക്കും അറിയാലോ. ഇതുവഴി ഉൽപാദനം, വ്യാപാരം, സേവനങ്ങൾ, അനുബന്ധ കാർഷിക പ്രവർത്തനങ്ങൾ എന്നിവയിലെ സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്ക് ധനസഹായം കൊടുക്കുന്നുണ്ട്. ഇത് 2025 ഒക്ടോബർ ആയപ്പോൾ 55.45 കോടി വായ്പ അക്കൗണ്ടുകളിലായിട്ട് 36.18 ലക്ഷം കോടിയാണ് മുദ്രാ ലോൺ കൊടുത്തിട്ടുള്ളത്. ജൽ ജീവൻ മിഷന് കീഴില് 2025 ഒക്ടോബർ വരെ 81% ഗ്രാമീണ കുടുംബങ്ങൾക്ക് പൈപ്പിലൂടെ ശുദ്ധജലം കൊടുക്കുന്നുണ്ട്. അതുപോലെ ബഹിരാകാശ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുകൂടെ ശക്തിപ്പെട്ടിട്ടുണ്ട്. ഓട്ടോണോമസ് സാറ്റലൈറ്റ് ഡോക്കിംഗ് സ്പാഡെക്സ് കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി. ഇമ്പോർട്ടന്റ് ആണ്. തദ്ദേശീയ ദൗത്യങ്ങൾ വിപുലീകരിച്ചു. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ 2025-26 കാലയളവിൽ ഏകദേശം 2025 ഡിസംബർ 31 വരെ, ഒരു 4 മാസം മുമ്പ് വരെ രാജ്യത്ത് ആകെ 38.61 ഗിഗാവാട്ട് പുനരുപയോഗ ഊർജ്ജശേഷി സ്ഥാപിച്ചിട്ടുണ്ട്, റിന്യൂവബിൾ. ഇതില് ഈ മൊത്തം ഇത്രയാണെങ്കിൽ 30.16 ഗിഗാവാട്ട് എന്താണ്, സോളാർ പവർ ആണ്. അതുപോലെ 4.47 വിൻഡ് പവറും 0.03 ബയോ പവറും 3.24 എന്ന് പറയുന്നത് ഹൈഡ്രോ പവറുമാണ്. ഇത് പഠിച്ചു വെക്കണം. ഓക്കെ. അതുപോലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നോക്കുവാണെങ്കിൽ 2014-15 51,534 നിന്നും 2025 ജൂൺ വരെ 70,018 ആയിട്ട് ഇപ്പൊ വർദ്ധിച്ചിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹയർ എഡ്യൂക്കേഷൻ. അതുപോലെ പ്രമുഖ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. 23 IIT-കൾ, 21 IIM-കൾ, 20 എയിംസുകളാണ് ഇപ്പൊ നിലവിലുള്ളത്. സാൻസിബാറിലും അബുദാബിയിലും 2 അന്താരാഷ്ട്ര IIT ക്യാമ്പസുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടല്ലോ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ കീഴിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും നടക്കുന്നുണ്ട്. അക്കാഡമിക് നൈപുണ്യ അധിഷ്ഠിത പഠനങ്ങളെ സംയോജിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് 170 സർവകലാശാലകൾ ഇപ്പൊ അംഗീകരിച്ചിട്ടുണ്ട്. ഇനി ആരോഗ്യത്തിന്റെ കേസിൽ വരുമ്പോൾ 90 മുതൽ ഇന്ത്യ മാതൃമരണ നിരക്ക് 86% കുറച്ചിട്ടുണ്ട്. 90 തൊട്ട് ഇങ്ങോട്ട് ഇത് ആഗോള ശരാശരിയായ 48% വളരെ കൂടുതലാണ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണനിരക്ക് 78% നമുക്ക് കുറവ്. ആഗോളതലത്തിൽ 61% മാത്രമാണ് ഈ കുറവെന്ന് പറയുന്നത്. 1990 തൊട്ട് 23 കാലയളവില് ആഗോളതലത്തിൽ നവജാത ശിശുമരണ നിരക്കിൽ ഉണ്ടായിട്ടുള്ള 54% കുറവിനെ മറികടന്ന് 70% നമ്മള് ഇപ്പൊ ഇന്ത്യ നിൽക്കുന്നത്. അതുപോലെ ശിശുമരണ നിരക്ക് കഴിഞ്ഞ ദശകത്തിൽ 37%-ലധികമാണ് 10 വർഷമായിട്ട് കുറഞ്ഞിട്ടുള്ളത്. 2013 1000 പ്രസവങ്ങളിൽ 40 മരണങ്ങളിൽ നിന്നും 23 ആയപ്പോഴത്തേക്കും അത് 25 മരണങ്ങളായിട്ട് കുറഞ്ഞു. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം തന്നെ എക്കണോമിക് സർവേ 2026 ലേറ്റസ്റ്റ് ആണ്. ജസ്റ്റ് എല്ലാം നോക്കിയില്ലെങ്കിൽ പോലും ഇതെങ്കിലും നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളൊരു കോഴ്സ് മോക്ക് ടെസ്റ്റും ഇതുപോലെ GK-യും കറണ്ട് അഫയേഴ്സും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇംഗ്ലീഷും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹോട്ട് ടോപ്പിക്സ് പ്ലസ് മിക്സഡ് മോക്ക് ടെസ്റ്റ് ആണ്. അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. ആ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക, ജോയിൻ ചെയ്യുക. മെയിൻസ് വരെ ആയിരിക്കും വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.